മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം ഇന്ന് പൂജയായിരുന്നു. ചിത്രത്തിന്റെ പേര് പദയാത്ര എന്നാണ്. ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രത്യേകത. 32 വർഷത്തിന് ശേഷം അടൂർ മമ്മൂട്ടി ഒന്നിക്കുന്നു. ഇതൊക്കെ കാര്യങ്ങളാണ്, വലിയ വലിയ കാര്യങ്ങളാണ്. അടൂരിന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ കൊതിയോടുകൂടി നടന്മാരിരിക്കുമ്പോൾ മമ്മൂട്ടിക്ക് ആ ഭാഗ്യം വീണ്ടും കിട്ടുകയാണ്. 2 ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്, വിധേയനിലും മതിലുകളിലും. ഇതൊക്കെ മാറ്റി നിർത്തുമ്പം വ്യത്യസ്തമായ കുറച്ച് ഫാൻസുകാരെ നമുക്കിവിടെ പരിചയപ്പെടാം. ഇവർ എപ്പോഴും വ്യത്യസ്തരാണ്. തൃശ്ശൂരിലെ മമ്മൂട്ടി ഫാൻസാണ്. സബീറിന്റെ നേതൃത്വത്തിലുള്ള തൃശ്ശൂരിലെ മമ്മൂട്ടി ഫാൻസ് എപ്പോഴും പൊളിയാണ്. എന്നുവെച്ചാൽ പണി ഇപ്പോഴേ അവർ തുടങ്ങി. വേറെ ഒന്നുമല്ല, പൂജ ദിവസം തന്നെ, പൂജ ഇന്ന് ഷൂട്ടിങ് തുടങ്ങിയപ്പം തന്നെ ഇതിൻ്റെ ഫ്ലെക്സ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഓഫ് ബീറ്റ് സിനിമയാണല്ലോ, വലിയ കൊമേഴ്ഷ്യൽ പടങ്ങളൊന്നും അല്ല അടൂർ ചെയ്യുന്ന. എപ്പോഴും ഇവർ കുട്ടിസ്രാങ്ങിനോ അല്ലെങ്കിൽ പാലേരി മണിക്കത്തിനും 50ഉം 100ഉം ഫ്ലെക്സും കട്ടൗട്ടും ഒക്കെ വെക്കുവാണ്. ഇങ്ങനെയുള്ള സിനിമകൾക്ക് പോലും ആഘോഷിക്കുന്നവരാണ്. അന്നേരം ഒരുപാട് ഫാൻസിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും പല ഇങ്ങനെയുള്ള സിനിമകൾക്കും ഭയങ്കരമായിട്ട് പ്രൊമോഷൻ തൃശ്ശൂർ കൊടുക്കുകയും ചെയ്യുന്നവരാണ് തൃശ്ശൂരിലെ മമ്മൂട്ടി ഫാൻസുകാർ. ആരും മോശക്കാരല്ല, മമ്മൂട്ടി ഫാൻസുകാരും മോഹൻലാൽ ഫാൻസുകാരും ഒന്നും മോശമല്ല. പക്ഷെ ഇങ്ങനെയുള്ള സിനിമകളെ എപ്പോഴും നെഞ്ചിലേറ്റ് ഈ പറഞ്ഞ പോലെ ആരും കുട്ടിസ്രാങ്ങിനോ പാലേരി മണിക്കത്തിനോ 50 ഫ്ലെക്സോ കട്ടൗട്ടോ ഒന്നും വെക്കുന്നത് നമുക്ക് വേറെ എങ്ങും കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വേറൊരു നടന്മാരുടെ എങ്ങനെ കാണാൻ പറ്റത്തില്ല. അത് തൃശ്ശൂർക്കാർക്ക് സ്വന്തമാണ്. ഇത് ഈ പറഞ്ഞ പോലെ സബീർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഠിന പ്രയത്നവും അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ചങ്ക് പറിച്ച കുറേ പിള്ളേരും ഉണ്ടെങ്കിൽ തൃശ്ശൂർ തകർക്കുകയാണ്. അത്തരം ഒരു മമ്മൂട്ടി കോട്ടയായിട്ട് മാറുകയാണ് തൃശ്ശൂർ. എന്തായാലും അടൂർ ചിത്രത്തിന് ഇവർ പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി പണികൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ.